ഇത്തവണ കൊടകിൽ ചെല്ലുമ്പോൾ അവിടെ പുതിയൊരു പൂച്ചക്കുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. ഇതിനെയൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൊണ്ട് കളയുന്നതാട്ടോ. അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് അപ്പുക്കുട്ടൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ അപ്പുക്കുട്ടൻ അതിനൊക്കെ ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുവേ. മോന് പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചെല്ലുന്ന സമയത്ത് ഇതിങ്ങനെ ആരെങ്കിലും കാണുമ്പോഴത്തേക്കും ഓടി ഒളിക്കുമായിരുന്നു. അപ്പോൾ മറ്റ് വലിയ പൂച്ചകളൊക്കെ കൈ കെട്ടി അതിന് നല്ല അടിയും കൊടുക്കുമായിരുന്നു കേട്ടോ. മുഖത്തിന് തന്നെ അടിക്കുവേ. എന്നെ കണ്ടത് അവൻ സൈക്കിളിൻ്റെ അടിയിലോട്ട് പോയി ഒളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുക്കുട്ടൻ ഇതിന് കറപ്പ എന്നാണ് പേരിട്ടത്. ഞാനിവിടുന്ന് പോരുമ്പോഴത്തേക്കും കറപ്പ എന്നോട് നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നേ. എങ്ങനെയാണ് കറപ്പ എന്നോട് ഇണങ്ങിയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. വലിയ പൂച്ചകളുടെ അടുത്ത് നിന്നൊരു രക്ഷപ്പെടലും കൂടിയായിരുന്നു കറപ്പയ്ക്ക്. അകത്തോട്ട് ഓടിക്കയറി വരുമ്പോൾ കറപ്പേ കറപ്പേ കറുപ്പേ 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 കറുപ്പയ്ക്ക് കരയാനും അറിയില്ലേ? ഞാവൂ ഞാവൂ ഞാവൂ. കറുപ്പ എങ്ങനെയാണ് കരയുന്നത്? ആവോ, ഇങ്ങനെയാണോ കറുപ്പേ കരയണ്ടേ? കറുപ്പേ മിടുക്കിക്കുട്ടിയാണേ. ആ, സമ്മതിച്ചേ. ഓ, നല്ലോണം കരഞ്ഞേ. അങ്ങനെയാ? ഞാ ഞാ ഞാ. ആ, പഠിച്ചു വരുന്നുണ്ടേ. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കേ.